യൂണിറ്റ് സെക്കൻഡ് എന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ബിയോണ്ട് 1000 എന്നാണ് യൂണിറ്റിന്റെ പേര്. 1000-നപ്പുറം. നമ്മൾ തേർഡ് സ്റ്റാൻഡേർഡിൽ 1000 വരെ ഉള്ളതായിരുന്നു അല്ലെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഈ യൂണിറ്റിൽ നമ്മൾ ബിയോണ്ട് 1000 ആണ് കേട്ടോ പഠിക്കുന്നത്. ഇവിടെ ഒരു കാർ റേസ് ആണ് കൊടുത്തിരിക്കുന്നത്. ദ റേസ് ഈസ് ഓൺ. അവിടെ എന്താ കുട്ടികൾ പറയുന്നത്? ദ റേസ് ഈസ് ഓൺ. ടോട്ടോ കാർ ഈസ് ദ ഫസ്റ്റ്, സീ ഇറ്റ്സ് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ടോട്ടോ കാർ ആണ് ഫസ്റ്റ്, അതിന്റെ നമ്പർ നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമ്പർ എത്രയാ? 1000 എന്ന് എഴുതിയിട്ടുണ്ട് അല്ലെ. Find the relation between the numbers and write the numbers in the empty cell. അതായത് ഇവിടെ തന്നിരിക്കുന്ന നമ്പേഴ്സിന്റെ ഒക്കെ റിലേഷൻ കണ്ടെത്തിയിട്ട് വിട്ടുപോയ സെൽസില് നമ്പേഴ്സ് എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. നമുക്ക് എങ്ങനെ തന്നിരിക്കുന്നത്? ഫസ്റ്റ് നമ്പർ 9, ചുവടുള്ള നമ്പർ എത്രയാ? 10 ആണ് അല്ലെ. അവിടെ എങ്ങനെയാ? 1 ഇൻക്രീസ് ആയിരിക്കും അല്ലെ. അതായത് മുകളിലുള്ള നമ്പറിനെയും കാട്ടിലും 1 കൂടിയിരിക്കുന്നു. നെക്സ്റ്റ് നോക്കൂ, 100 ആണ്. ചുവടുള്ള നമ്പർ എത്രയാ? 101 ആണ്. അവിടെ എങ്ങനെ തന്നെയാ? 1 കൂടിയിരിക്കുന്നു അല്ലെ. ഇൻക്രീസ് ബൈ 1 ആണ്. അപ്പൊ എന്താണ് റിലേഷൻ? ദ നമ്പേഴ്സ് ഇൻ ദ ബോട്ടം സെൽസ് ആർ ഇൻക്രീസ്ഡ് ബൈ 1 കമ്പയർഡ് ടു ദ നമ്പർ എബവ് ദം. എന്താണ്? ചുവടെയുള്ള സെൽസിലെ നമ്പർ എല്ലാം, അതായത് മുകളിലെ നമ്പർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ, താരതമ്യം ചെയ്യുമ്പോൾ 1 കൂടുകയാണ് ചെയ്യുന്നത്. അതാണല്ലേ അതിന്റെ റിലേഷൻ. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് ബാക്കിയുള്ള സെൽസ്, എംപ്റ്റി സെൽസ് എല്ലാം ഫില്ല് ചെയ്യാം. അപ്പൊ നോക്കൂ, ഇവിടെ ചുവടുള്ള നമ്പർ നമുക്ക് തന്നിരിക്കുന്നത് 110 ആണ്. മുകളിലെ നമ്പർ നമുക്ക് തന്നിട്ടില്ല. അപ്പൊ എന്താ വരിക? 1 കുറച്ചിട്ട് എഴുതണം അല്ലെ. അപ്പൊ 109 എന്ന് വരും. നെക്സ്റ്റ് എന്താ? 199 ആണ്. അപ്പൊ എത്രയാ വരിക? 200 അല്ലെ. ബാക്കി എങ്ങനെയൊക്കെയാ വരിക? ഫില്ല് ചെയ്യുക എങ്ങനെയാ? 279, then 501, 666, 910, 989, then 999 നമുക്ക് തന്നിട്ടുണ്ട്. ലാസ്റ്റ് സെല്ല് ഫില്ല് ചെയ്യുന്നത് എത്രയാ വരിക? 999ന്റെ കൂടെ 1 കൂടിയ 1000 അല്ലെ. 1000 എന്ന് ഫില്ല് ചെയ്യുക കേട്ടോ. Color Toto car. Find the numbers you have written in the picture below. Color those parts. അതായത് നിങ്ങൾ ചുവടെയുള്ള പിക്ചറിൽ നമ്മൾ എഴുതിയ നമ്പേഴ്സ് ഇല്ലേ, നേരത്തെ ഫൈൻഡ് ദ റിലേഷൻ, അതിൽ നമ്മൾ കണ്ടെത്തിയ നമ്പേഴ്സ് ഇല്ലേ, നമ്മൾ എന്താണ് ഫിൽ ചെയ്ത നമ്പേഴ്സ്, അത് മുഴുവൻ കണ്ടെത്തിയിട്ട് കളർ ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഏതൊക്കെയാ നമ്പേഴ്സ്? 109 ഉണ്ട്, അത് കളർ ചെയ്യുക, ആ പാർട്ട് കളർ ചെയ്യുക. ദെൻ 200 കളർ ചെയ്യുക. ദെൻ 279 കളർ ചെയ്യുക. ദെൻ 501 കളർ ചെയ്യുക. 666 കളർ ചെയ്യുക. 910 കളർ ചെയ്യുക. 989 ആ പാർട്ട് കളർ ചെയ്യുക. ദെൻ 1000 എന്ന് വരുന്ന പാർട്ടും കളർ ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് എന്തായി? ടോട്ടോ കാർ കളർ ചെയ്തു അല്ലെ നമ്മള്. നെക്സ്റ്റ് നമ്പർ പ്ലേറ്റ്. These are the friends of Toto car. Find their numbers from the clues and write on their number plate. ഇവിടെ ചോട്ടില് കുറച്ച് കാസിന്റെ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട് അല്ലെ. അത് ടോട്ടോ കാറിന്റെ ഫ്രണ്ട്സ് ആണ് എന്നാണല്ലേ പറഞ്ഞിരിക്കുന്നത്. അവരുടെ നമ്പർ ക്ലൂസിൽ നിന്ന് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഓരോന്നിലും ക്ലൂസ് തന്നിട്ടുണ്ട്. അത് നോക്കിയിട്ട് നമ്പേഴ്സ് കണ്ടെത്തിയിട്ട് അവരുടെ നമ്പർ പ്ലേറ്റിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് എത്രയാണ് നമ്പർ നോക്കൂ. 8 hundreds, 4 tens, 2 ones. 800s എന്ന് പറഞ്ഞാൽ 800, 4 tens എന്ന് പറഞ്ഞാൽ 40, 2 ones എന്ന് പറഞ്ഞാൽ 2. അപ്പൊ എത്രയാ വരിക? 842. അപ്പൊ നമ്പർ പ്ലേറ്റിൽ എഴുതുക കേട്ടോ. ദെൻ നെക്സ്റ്റ് നോക്കൂ, 1 less than 910. അപ്പൊ എത്രയാ വരിക? 910ൽ നിന്ന് 1 കുറവ്. അപ്പൊ എത്രയാ? 909 അല്ലെ. 909 എന്ന് എഴുതുക കേട്ടോ. നെക്സ്റ്റ് ദ ലാർജസ്റ്റ് 3-digit നമ്പർ. ഏതാണ് ഈ ലാർജസ്റ്റ് 3-digit നമ്പർ? 999 ആണ് അല്ലെ. അപ്പൊ 999 എന്ന് എഴുതാം. Then 1 more than the largest 2-digit number. ലാർജസ്റ്റ് 2-digit നമ്പറിനെക്കാട്ടിലും 1 കൂടുതൽ എന്നാ പറഞ്ഞിരിക്കുന്നത്. ഏതാണ് ലാർജസ്റ്റ് 2-digit നമ്പർ? 99 അല്ലേ. 99 നിന്ന് 1 കൂടുതൽ എന്ന് പറഞ്ഞാൽ 100 അല്ലെ. അപ്പൊ 100 എന്ന് നമ്പർ പ്ലേറ്റിൽ എഴുതാം കേട്ടോ. Wow, 1000. ഇവിടെ ടോട്ടോ കാറിന്റെ പിക്ചർ ആണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. റീഡ് മൈ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. എത്രയാ നമ്പർ? 1000 അല്ലെ. 1000 ആണ് നമ്പർ. ഇനി എന്താ അവിടെ പറയുന്നത് നോക്കൂ. മൈ നമ്പർ ഈസ് ദ സ്മോളസ്റ്റ് 4-digit നമ്പർ. എന്റെ നമ്പർ എന്ന് പറയുന്നത്, എന്റെ അക്കം എന്ന് പറയുന്നത് ചെറിയ 4 അക്ക സംഖ്യയാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് അല്ലെ. നമുക്കറിയാം സ്മോളസ്റ്റ് 4-digit നമ്പർ ഏതാ? 1000 ആണ് അല്ലെ. നെക്സ്റ്റ് ജോയിൻ ദം. Find the pairs of vehicles whose numbers add up to Toto car's number. Draw lines to join them. ഇവിടെ കുറെ ഇങ്ങനെ വെഹിക്കിൾസ് തന്നിട്ടുണ്ട് അല്ലെ. ഏതൊക്കെ വെഹിക്കിൾസ് തമ്മിൽ ആഡപ്പ് ചെയ്താലാണ് ടോട്ടോ കാറിന്റെ നമ്പർ കിട്ടുക, ആ പെയേഴ്സ് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അവിടെ ഡു ഇറ്റ് മെന്റലി ആൻഡ് റൈറ്റ് ദ ആൻസേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ മനസ്സിൽ കണ്ടെത്തിയിട്ട് ആൻസേഴ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് വെഹിക്കിളിന്റെ നമ്പർ എത്രയാണ്? 505 ആണ്. അപ്പൊ നമ്മള് ഇതെങ്ങനെ ചെയ്യാം? 1000 എന്ന് പറഞ്ഞാല് 500ഉം 500ഉം ആണ് 1000. അറിയാലോ അല്ലെ. 500 + 500 അല്ലേ 1000.
ഇപ്പൊ 505 ആണ് ഈ വെഹിക്കിളിന്റെ നമ്പർ എന്നുണ്ടെങ്കിൽ ഇനി മറ്റേ വെഹിക്കിളിന്റെ നമ്പർ എന്തായിരിക്കും? 495 ആയിരിക്കും അല്ലെ. 505ഉം പിന്നെ എന്താ 495ഉം ഉള്ള വെഹിക്കിൾ, ആ നമ്പറുള്ള വെഹിക്കിളും കൂടി ജോയിൻ ചെയ്യാം കേട്ടോ ലൈൻ വരച്ചിട്ട്. നെക്സ്റ്റ് 999 ആണ്. നമുക്കറിയാം 999ന്റെ കൂടെ 1 ആഡ് ചെയ്താലല്ലേ നമുക്ക് 1000 കിട്ടുക. അപ്പൊ ഏതാ വരിക? 999ഉം 1 എന്നുള്ള നമ്പറുള്ള വെഹിക്കിളും കൂടി ജോയിൻ ചെയ്യാം. നെക്സ്റ്റ് നോക്കൂ 750 ആണ് അല്ലെ. 750യുടെ കൂടെ എത്രയും കൂടി വന്നാലാണ് 1000 വരിക? 250 ആണ് അല്ലെ. അപ്പൊ 250 എന്നുള്ള വെഹിക്കിളിന്റെ നമ്പർ ജോയിൻ ചെയ്യാം. നെക്സ്റ്റ് 990 ആണ്. 990യുടെ കൂടെ 10 ആഡ് ചെയ്യുമ്പോഴല്ലേ 1000 കിട്ടുക. അപ്പൊ അത് ജോയിൻ ചെയ്യാം. നെക്സ്റ്റ് 900 ആണ്. 900ന്റെ കൂടെ 100 വരുമ്പോഴാണ് അല്ലെ 1000 വരിക. അപ്പൊ അത് ജോയിൻ ചെയ്യാം കേട്ടോ. ജസ്റ്റ് വൺ മോർ, വാട്ട് ഈസ് ദ നമ്പർ ഷോൺ ഇൻ ദ അബാക്കസ്? ഇവിടെ അബാക്കസ് കാണിച്ചിട്ടുണ്ട് അല്ലെ. അതിൽ ഏത് നമ്പർ ആണ് കാണിച്ചിരിക്കുന്നത്? ഹൺഡ്രഡ്സിലും ടെൻസിലും വൺസിലും ആണ് ബീഡ്സ് ഉള്ളത്. 100 സ്പേസ് 9 ബീഡ്സ് ഉണ്ട്, ടെൻസിലും ഉണ്ട്, വൺസിലും ഉണ്ട്. അപ്പൊ എത്ര നമ്പർ? 999. ഇഫ് വി ആഡ് വൺ മോർ, നമ്മൾ ഒന്നും കൂടി കൂട്ടി കഴിഞ്ഞാൽ എത്രയാവും? എത്രയാണ്? 1000 ആണ് അല്ലെ. 1000. ഡ്രോ ദിസ് നമ്പർ ഇൻ ദ അബാക്കസ്. അബാക്കസില് 1000 വരയ്ക്കാൻ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? 1000 സ്പേസിൽ ഒരു ബീഡ് ഇടുക അല്ലെ. പസിൽ കോർണർ, ഹു ആം ഐ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 1 ബീഡ് ഇൻ ദ അബാക്കസ്. അബാക്കസിൽ ആകെ ഒരു മൊത്താണുള്ളത്. ലാർജർ ദാൻ ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ, അതായത് മൂന്നക്ക സംഖ്യ, ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യയെക്കാട്ടിലും വലുതാണ് ഹു ആം ഐ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ലാർജസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ ഏതാണ്? 999 ആണ്. അതിനേക്കാട്ടിലും വലുതാണ്. പിന്നെ ആകെ ഒരു ബീഡേനെ അബാക്കസിൽ ഉള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ ഏതാണ് നമ്പർ? 1000 ആണ് അല്ലെ. 1000 ആണ്. വിച്ച് ഈസ് മൈ പൊസിഷൻ ഇൻ ദ അബാക്കസ്? അബാക്കസിലെ എന്റെ പൊസിഷൻ, എന്റെ സ്ഥാനം എത്രാമത്തതാണെന്നാ ചോദിച്ചിരിക്കുന്നത് അല്ലെ. എത്രാമത്തെ പൊസിഷൻ ആണ്? 4th പൊസിഷൻ ആണ് അല്ലെ. അപ്പൊ 4th പൊസിഷൻ എഴുതാ കേട്ടോ. നെക്സ്റ്റ് പെട്രോൾ പമ്പ്. കാസ് ഇൻ ദ റേസ് ഫിൽ പെട്രോൾ ഫോർ 1000 rupees. എന്താണ്? റേസിനുള്ള കാസ് എല്ലാം പെട്രോൾ ഫിൽ ചെയ്തു. എത്ര രൂപയ്ക്കാ? 1000 rupeesനാണ് പെട്രോള് നിറച്ചത് കേട്ടോ. നമുക്കിവിടെ പിക്ചേഴ്സ് കാണിച്ചിട്ടുണ്ടല്ലേ കാസിന്റെ. ടോട്ടോക്കാർ ഗേവ് 100 rupee നോട്ട്സ്. ഹൗ മെനി നോട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ടോട്ടോക്കാർ എത്ര കൊടുത്തത്? 100 rupee നോട്ട്സ് ആണ് കൊടുത്തത് അല്ലെ. എത്ര 100 rupees വേണം 1000 ആവാനായിട്ട്? 10 100 rupee നോട്ട്സ് ആണ് അല്ലെ. 10 into 100 ആണല്ലോ 1000. അപ്പൊ 10 എന്ന് എഴുതാം. നെക്സ്റ്റ് ടോമോക്കാർ ഗേവ് എ ഷീഫ് ഓഫ് 10 rupee നോട്ട്സ്. ഹൗ മെനി നോട്ട്സ്? ടോമോക്കാർ കൊടുത്തത് ഒരു 10 രൂപയുടെ ഒരു കെട്ടാണ് കേട്ടോ. അപ്പൊ എത്ര നോട്ട്സ് വേണം എന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എത്രയാണ്? 110 rupees ചേർന്നാലാണ് അല്ലെ 1000 ആവുക. അപ്പൊ 110 rupees വേണം. അപ്പൊ 100 എന്ന് എഴുതാം കേട്ടോ. പക്ഷെ ബഗ്ഗിക്കാർ ഗേവ് 1 rupee കോയിൻസ്. ഹൗ മെനി കോയിൻസ്? ബഗ്ഗിക്കാർ കൊടുത്തത് 1 രൂപ കോയിൻസ് ആണ്, 1 rupee കോയിൻസ് ആണ്. അപ്പൊ എത്ര കോയിൻസ് വേണം 1000 ആവാനായിട്ട്? 1000 കോയിൻസ് വേണം അല്ലെ. അപ്പൊ 1000 എന്ന് എഴുതാം കേട്ടോ. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഈ യൂണിറ്റിലെ ബാക്കി പോർഷൻസ് നോക്കാം. ഓക്കെ, ബൈ.